ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാന നഗരിയായ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ തലസ്ഥാനമായ മലകളുടെ റാണി എന്നറിയപ്പെടുന്ന ഷിംലയിലേക്ക് കൽക്ക ഷിംല മൗണ്ടൻ ട്രെയിൻ കയറി ഷിംലയുടെ അതിമനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ച് മഞ്ഞുകൾ ആസ്വദിച്ചു കൊണ്ടുള്ളൊരു യാത്ര. ആ യാത്രയുടെ കാഴ്ചകളും അവിടെയുള്ള സുലോത്രി ബാബ റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗയുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 361-ാമത്തെ എപ്പിസോഡ്. മലകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റലായ ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമ്മർ ക്യാപിറ്റലായിരുന്ന ഷിംലയിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായ ഹിമാചലിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് കൽക്ക ഷിംല ടോയ് ട്രെയിനിൽ ഹരിയാന സ്റ്റേറ്റിലുള്ള കൽക്കയിൽ നിന്നാണ് നമ്മുടെ ഈ ടോയ് ട്രെയിനിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. നമ്മുടെ തൊട്ടു മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ ആഗ്രയിലെ കാഴ്ചകളായിരുന്നു കാണിച്ചിരുന്നത്. ആഗ്രയിൽ നിന്ന് ഡൽഹി വഴിയാണ് നമ്മൾ ഇവിടേക്ക് എത്തിച്ചേർന്നത്. കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് ഡൽഹിയിലെത്തിയാലും അല്ലെങ്കിൽ ചണ്ഡീഗഡ് എത്തിക്കഴിഞ്ഞാലും കൽക്കയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇന്ത്യയിലെ തന്നെ വളരെ ചുരുക്കം ചില മൗണ്ടൻ റെയിൽവേകളിൽ ഒന്നാണ് കൽക്ക ഷിംല ഈ മൗണ്ടൻ റെയിൽവേ. 20 സ്റ്റേഷനുകളിലായി 102 തുരങ്കങ്ങളും 800-ലധികം പാലങ്ങളും താണ്ടിയാണ് ഈ യാത്ര. ഏകദേശം 96 കിലോമീറ്റർ 6 മണിക്കൂർ സമയമെടുക്കും കൽക്കയിൽ നിന്ന് ഷിംലയിൽ എത്തിച്ചേരാൻ. പൈൻ ദേവദാരു മരങ്ങളും മനോഹരമായ താഴ്വരകളും തണുത്ത കാലാവസ്ഥയും ഈ യാത്രയെ അതിമനോഹരമാക്കുന്നുണ്ട്. മഞ്ഞുവീഴ്ചയുണ്ടാകാറുള്ള ഡിസംബർ ജനുവരി മാസങ്ങളിൽ മഞ്ഞു പുതച്ച വഴികളിലൂടെയുള്ള ഈ ട്രെയിൻ യാത്ര അതിഗംഭീരമായിരിക്കും. 1864-ൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമ്മർ ക്യാപിറ്റലായിരുന്ന ഷിംലയിലേക്ക് ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലാണ് ഈ പാതയുടെ നിർമ്മാണം നടക്കുന്നത്. 1903-ലാണ് ഇത് യാത്രക്കായി തുറന്നു കൊടുക്കുന്നത്. അങ്ങനെ ഷിംല റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി. ഇനി ഇവിടുത്തെ കാഴ്ചകളിലേക്ക് ഒരു ടാക്സി വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം പോയത് കുഫ്രിയിലേക്കായിരുന്നു. കുഫ്രിയിലാണ് നല്ല മഞ്ഞ് കാണാൻ കഴിയുക. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഷിംല റെയിൽവേ സ്റ്റേഷനിലും ട്രാക്കിലൊക്കെ നല്ല മഞ്ഞ് വീഴ്ച നമുക്ക് കാണാൻ കഴിയും. അതല്ലാത്ത ഫെബ്രുവരി മാർച്ച് തുടക്കത്തിലൊക്കെ കുഫ്രിയിൽ പോയാലും മഞ്ഞ് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെയുള്ള കുഫ്രിയിലെ കാഴ്ചകളും അതുപോലെ തന്നെ അതിമനോഹരമായ യൂറോപ്യൻ മോഡലിലുള്ള നഗരങ്ങൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ ഇവിടുത്തെ മറ്റൊരു പ്രധാന സിയാറത്ത് കേന്ദ്രമാണ് മഹാനായ സുലോത്രി ബാബ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖ്ബറ. ഷിംല റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് ഏകദേശം 5 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഗോഡ ചൗക്കി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മഖ്ബറ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് മഹാനായ സുലോത്രി ബാബ റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗ. ഏത് നാടുകളിലെത്തിയാലും ഇബാദത്തുമായി കഴിഞ്ഞുകൂടി പ്രബോധനത്തിൽ ജീവിതം നയിച്ച ഒരുപാട് മഹാന്മാരെ നമുക്ക് സിയാറത്ത് ചെയ്യാൻ കഴിയും. അപ്രകാരം ഉത്തർപ്രദേശിൽ നിന്ന് ഷിംല കേന്ദ്രീകരിച്ച് ദീനി ദഅവത്തുമായി വന്ന മഹാനായിരുന്നു ഈ മഹാനുഭാവൻ. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ഖൈറും സന്തോഷവും നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.